ഇത് ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. വലിയ നാശത്തിലേക്കാണ് ഈ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യ വഴി മൊസാദിലെ ചില അംഗങ്ങളെ ഇറാൻ അതീവ രഹസ്യമായിട്ട് പിടികൂടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 15 പേരോളം പിടികൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഈ കലോഷ്നിക്കോവ് കണക്കുള്ള യുദ്ധസാമഗ്രികളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഓരോ തവണയും അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ യുദ്ധത്തെ പറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇറാന്റെ ഒരു അതീവ രഹസ്യമായിട്ടുള്ള കാര്യം നടന്നിരിക്കുകയാണ്. അതിൽ ഈ മൊസാദിലെ ചില ആളുകൾ 15 പേര് പിടിയിലാകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ യുദ്ധത്തിന്റെ ഒരു തലം എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ല, ഇത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഏറെക്കാലമായി ഇറാനുള്ളിൽ പയറ്റുന്ന ഒരു തന്ത്രം തന്നെയാണിത്. അതായത് ഇറാനുള്ളിലേക്ക് ചാരന്മാരെ കടത്തിവിട്ട് അവിടെ ഒരു അസ്ഥിരത, ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ഒരു വലിയ അസ്ഥിരത ഉണ്ടാക്കിയതിന് ശേഷം ആ കലാപം നടക്കുന്ന സമയത്ത് അവിടെ അമേരിക്കൻ സൈന്യം ഇടപെട്ട് അതിലൂടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ കാലങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ്. അതൊരു ഘട്ടത്തിൽ ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആയത്തുള്ള അലി ഖാംനെയൊക്കെ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇറാനിലൊരു വലിയ കലാപ സമാനമായ സാഹചര്യം കുറേയൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ഭരണകൂടത്തെ വീഴ്ത്താൻ പറ്റിയൊരു കലാപമായിരുന്നില്ല, പക്ഷേ അത് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു സംഘർഷം തന്നെയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്ക നൽകിയിട്ടുള്ള ഉപരോധങ്ങൾ തന്നെയാണ്. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത ഉപരോധങ്ങൾ നിമിത്തം ഇറാനുള്ളിൽ വലിയ അസന്തുലിതാവസ്ഥയുണ്ടായി, അരക്ഷിതാവസ്ഥയുണ്ടായി, അരാജകത്വം ഉണ്ടായി. വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ കച്ചവടം നടക്കുന്നില്ലാത്ത സാഹചര്യം, ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഈ ഇറക്കുമതി നടക്കാത്തത് കൊണ്ട് തന്നെ അവശ്യ സാധനങ്ങൾ പലതിനും അതിനൊക്കെ വില കുതിച്ചുയരുന്ന സാഹചര്യം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ തോതിലുള്ള പിന്നോട്ട് പോക്ക്, ഇറാനിയൻ കറൻസിയുടെ വില ഇടിഞ്ഞു താഴുന്ന അവസ്ഥ, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇറാനിൽ ഉണ്ടായപ്പോൾ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് അമേരിക്കൻ സ്പോൺസേർഡ് കലാപമായിരുന്നു എന്നുള്ള നിലയിലേക്ക് IRGC ആണ് പിന്നീട് ചില കണ്ടെത്തലുകൾ നടത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് IRGC പറഞ്ഞത് ഏതാണ്ട് 10ഓളം അന്താരാഷ്ട്ര ഏജൻസികൾ, ഇപ്പോൾ മൊസാദ് ആയാലും CIA ആയാലും അടങ്ങുന്ന 4 ഏജൻസികൾ, ഏതാണ്ട് 10ലധികം ഏജൻസികൾ ഇറാനിലേക്ക് ആളുകളെ പറഞ്ഞയച്ച് ഇവിടെ ഒരു അരക്ഷിതാവസ്ഥയും മറ്റും ഉണ്ടാക്കി സംഘർഷങ്ങൾ വ്യാപിപ്പിക്കാൻ ശ്രമിച്ച് ഭരണം പിടിക്കാൻ നീക്കം നടന്നു. അവർക്ക് വലിയ ട്രെയിനിങ് കിട്ടിയെന്നൊക്കെയാണ് അന്ന് IRGC പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇറാനിൽ നടന്ന പല കലാപങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെ പിന്നിൽ ഇത്തരം ഏജൻസ് ഉണ്ടോ എന്നുള്ള സംശയവും അന്വേഷണവും ഒക്കെ അന്ന് ഇറാൻ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ശ്രമം, അതായത് ഇറാനിലേക്ക് ഈ പറയുന്ന ഭീകരവാദികളെ, ഇറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറാനെ തകർക്കാൻ ഇറങ്ങിയ തീവ്രവാദികളെ പറഞ്ഞയച്ച് അവിടെ ഒരു വലിയ കലാപം ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാനായിട്ടുള്ള ഇറാൻ ഈ പറയുന്ന മൊസാദിന്റെയും CIA-യുടെയും ശ്രമം ഇതാദ്യമായല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇറാൻ ഒരു വിവരം കിട്ടുകയാണ്, ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുകയാണ്. തെക്ക് കിഴക്കൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സായുധ സംഘം അവര് ഇറാനുള്ളിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വിവരം കിട്ടിയതിന് ശേഷം ഇറാന്റെ ലോക്കൽ ഫോഴ്സ്, അത് ബലൂചിസ്ഥാനുമായും അതുപോലെ തന്നെ സിസ്താൻ തുടങ്ങിയ പ്രവിശ്യകളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണെന്നാണ് പറയുന്നത്, ഈ ഭാഗങ്ങളിലേക്ക് ഇവര് ഓപ്പറേഷന് വേണ്ടി ചെല്ലുന്നു. അപ്പോൾ അവിടെ നിന്നൊരു സായുധ സംഘം തിരിച്ച് വെടിവെക്കുന്നു, തിരിച്ച് ഇറാന്റെ സംഘവും വെടിവെക്കുന്നു. അങ്ങനെ 4 പേര് അവിടെ കൊല്ലപ്പെടുന്നു. അവരെ ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഈ സായുധ സംഘത്തെ കീഴ്പ്പെടുത്തിയപ്പോഴാണ് ഇവര് ഈ പറയുന്ന ഇറാനിലേക്ക് കടക്കാൻ വന്ന ചില ഭീകരവാദികളാണ് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജന്റുമാരാണ്, ഇത്തരം ചാരസംഘടനകളുടെ ആളുകളാണ് എന്ന സൂചന ലഭിച്ചത് എന്നാണ് നമ്മുടെ ദേശീയ മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇറാനിലേക്ക് വലിയ യുദ്ധം ഒരു വശത്ത് അമേരിക്ക നടത്തുന്നു, ഇറാനെ തകർക്കും, തച്ചുടയ്ക്കും, ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി ആളെ വിടുന്നു. അതിന്റെ കൂടെ തന്നെ ഈ അടിയിലൂടെ ഇറാനെ തുരങ്കം വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നടത്താൻ കഴിയുമെന്നുള്ളത് ശ്രമിക്കുന്നു. ഈ സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ ഒരു കരാർ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴും അല്ലെ ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴും ഇതിനിടയിൽ കൂടെയാണ് ഈ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് അവിടുത്തെ പരമാധികാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് യദുപ്പ് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ഈ പലതവണ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിനി അവരുടെ പരമാധികാരം ഒന്നുമല്ല, ഞങ്ങൾക്കിനി ഹോർമുസ് നിയന്ത്രണമാണ് വേണ്ടത്. ആദ്യം പറഞ്ഞത് ആണവായുധ സമ്പുഷ്ടീകരണം ഞങ്ങൾ നിർത്തിവെപ്പിക്കും, അത് തുടരാൻ സമ്മതിക്കില്ല, അതിന് ഞങ്ങൾ അനുമതി നൽകില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിന്റെ പ്രശ്നത്തിലാണ്. അപ്പോഴും ഈ പരമാധികാരത്തെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യം പിടിച്ചെടുക്കുന്നതിനെ പറ്റിയോ ഒന്നും തന്നെ ട്രംപ് ഇപ്പോൾ പറയുന്നില്ല.
ഇതിനിടയിലൂടെയാണ് ഈ ഒരു നുഴഞ്ഞ കയറ്റക്കാർ അവിടേക്ക് പോകുന്നത്. ആഭ്യന്തര കലാപം ഉണ്ടാക്കുക, ആഭ്യന്തര കലാപം ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവിടെ പോയി പരിഹരിച്ച് അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കാം. ഈ ഇരട്ടത്താപ്പാണ് മനസ്സിലാകാത്തത്. അതായത് ഈ ട്രംപ് എല്ലാവരെയും പറ്റിക്കുകയല്ലേ, അതായത് മധ്യസ്ഥ രാജ്യങ്ങളെ പറ്റിക്കുന്നു. ഇറാൻ ഓൾറെഡി വിശ്വാസമില്ല, കാരണം പലതവണ ചതിയിൽ വീണതാണ്. ഈ ഇറാൻ പറഞ്ഞ രീതിയിലൊന്നും അല്ല ഈ കരാറുകളും ഈ യുദ്ധങ്ങളും ഒന്നും പോയത്. അതുകൊണ്ട് ഇനി ഈ അമേരിക്ക പറയുന്ന ഒരു കാര്യത്തിലും വിശ്വസിക്കാനോ അല്ലെങ്കിൽ അമേരിക്ക കൊണ്ടുവരുന്ന കരാറിൽ ഒപ്പിടാനോ ഒന്നിനും ഒരു ചർച്ചയ്ക്ക് പോലും ഇറാൻ തയ്യാറല്ല. അപ്പോഴാണ് ഇറാൻ എല്ലാത്തെയും നോക്കി കണ്ടുകൊണ്ട് ഈ ഒരു നീക്കം നടത്തുന്നത്. ഇറാനെ സംബന്ധിച്ച് ഈ അമേരിക്ക പണിയും എന്നുള്ളത് അല്ലെങ്കിൽ ചതിപ്രയോഗം നടത്തും എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു രാജ്യമാണ്. അതായത് പണ്ട് നമുക്കറിയാം യുദ്ധം തുടങ്ങുന്ന സമയത്ത് അന്നൊരു ആണവ വിഷയത്തിന്മേൽ ചർച്ച നിൽക്കുകയായിരുന്നു. അതിൽ ആക്റ്റീവായിട്ട് ഇറാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആണവ ചർച്ച നടക്കുന്നതിനിടയിൽ ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആയത്തുള്ള അലി ഖാംനെയെ ചതിച്ചു കൊന്നത്, അല്ലെങ്കിൽ അതിനിടയിൽ യുദ്ധം നടത്തി ആക്രമിച്ച് കൊന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ ഫെബ്രുവരി 28 യുദ്ധം നടക്കുന്നു. ജൂൺ വരെ അമേരിക്ക ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു, അതങ്ങനെ അടി തിരിച്ചടി എന്ന രീതിയിൽ പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഘട്ടം എത്തിയപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇറാന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടി കിട്ടിക്കഴിഞ്ഞാൽ പണിയാണെന്ന് മനസ്സിലായിട്ടാണ് വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത്. അങ്ങനെ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നതിന് ശേഷം ഹോർമൂസ് കടലിടുക്കൊന്ന് സ്വതന്ത്രമാവുകയും കുറേയേറെ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്തപ്പോൾ അമേരിക്കയ്ക്ക് വീണ്ടും അഹങ്കാരമായി, വീണ്ടും യുദ്ധം തുടങ്ങി. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെയും ഇറാനെ പരിപൂർണമായി കീഴ്പ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. അതായത് ഇറാന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ സ്ട്രക്ചർ അല്ല, ഈ പ്രതിരോധത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വളരെ മാരകമാണ്. അതായത് 42-47 പ്രവിശ്യകളിൽ ഓരോന്നിനും ഓരോ കമാൻഡന്റുമാരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സേനാ തലവന്മാരെ വിന്യസിച്ചുകൊണ്ട് ഈ 42 പ്രവിശ്യകളിലും അത്രമേൽ സുരക്ഷിതത്വം നൽകുന്ന വിധത്തിലുള്ള ഒരു വലിയ ഓപ്പറേഷനാണ്. അതുപോലെ ഭൂഗർഭ അറകൾ, മിസൈൽ ശ്രേണികൾ, മിസൈൽ സിറ്റികൾ, അന്തർവാഹിനികൾ തുടങ്ങി 10 ലക്ഷത്തിലധികം വരുന്ന സായുധ സേന, അങ്ങനെ വലിയൊരു സൈനിക അസറ്റ് ഇറാനുണ്ട്. ഒന്നും ചെയ്യാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അമേരിക്ക മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നു, അമേരിക്കയുടെ പ്രതിരോധ ശേഷി തകരുന്നു, അമേരിക്കയ്ക്ക് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു, അമേരിക്കയ്ക്ക് വലിയ തുക ചെലവ് വരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അമേരിക്ക അഭിമുഖീകരിക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചാണെങ്കിൽ ലോകം മുഴുവൻ ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യം, എണ്ണ വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. ട്രംപിന് അമേരിക്കയുടെ കൈവശമുള്ള എണ്ണ കൂടിയ വിലയ്ക്ക് വിറ്റ് ബിസിനസ് നടത്താൻ കഴിയുന്നു. പക്ഷെ ഗൾഫ് രാജ്യങ്ങൾ പരിപൂർണമായിട്ട് എണ്ണ വിപണിയിൽ തകരുന്ന ഒരു സാഹചര്യം. അപ്പൊ മൊത്തത്തിൽ അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യം അമേരിക്ക ഒഴികെ മറ്റെല്ലാവർക്കും ഉണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് പ്രതിരോധ മേഖലയിൽ, ആയുധ മേഖലയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പൊ അമേരിക്ക വിചാരിച്ച് ഇനിയും ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ടാണ് ഇറാനുമായിട്ട് ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇറാൻ പറയുന്നു വെടിനിർത്തലിന് ഞങ്ങളില്ല. അവിടെ മുതൽ അമേരിക്കയുടെ കഷ്ടകാലം തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും വെടിനിർത്തലില്ലാതെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തുന്ന ഇറാനെ എങ്ങനെ പിടിച്ചു കിട്ടും എന്നുള്ളിടത്താണ്. മാത്രമല്ല ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അത് തുടക്കം മുതൽ ഇറാൻ പറയുന്ന കാര്യമാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് പോകുന്നത്. ഹോർമൂസ് തുറക്കാൻ കഴിയുന്നില്ല, ചെങ്കടലും അടച്ചുപൂട്ടാൻ പോകുന്നു. അപ്പോൾ അതിനിടയിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിഷയത്തിനൊരു തീർപ്പുണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നിടത്താണ് അമേരിക്ക ഇത്തരം ഓപ്പറേഷനുകൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്തരം ഓപ്പറേഷനുകൾക്ക് പദ്ധതി ഇടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഇറാന്റെ പല മേഖലകളിൽ, ഇപ്പോൾ സഹദാൻ, ചബഹാർ, ഇറാൻ ഷഹർ, ഖാഷ്, തഫ്താൻ, നിക്ഷഹർ, കെസ്രി ഖാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ രഹസ്യാന്വേഷണ ഓപ്പറേഷനുകൾ തകൃതിയായിട്ട് നടക്കുകയാണ്. എന്താണ് കാരണം? അവിടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പല രഹസ്യ ഇടപാടുകളും, കുർദിഷ് സേനയുടെ വരെ സഹായത്തോടു കൂടിയുള്ള സായുധ സേനകൾ ഇറാനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള റെയ്ഡുകൾ ഉണ്ടാകും, വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്തരം റെയ്ഡുകൾ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കലാഷ്നിക്കോഫ് റൈഫിളുകൾ, വെടിക്കോപ്പുകൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും സുരക്ഷാ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് വലിയൊരു സന്നാഹവുമായിട്ട് തന്നെയാണ് ഈ ഗ്രൂപ്പുകൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ വിധത്തിൽ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഈ വിധത്തിൽ അമേരിക്കയെ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല. അമേരിക്ക ഇറാനെ തകർക്കാൻ കൂടുതലായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ശക്തമായ പ്രഹരം തിരിച്ചു കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെ ഇറാൻ ആദ്യം ഈ മൊസാദ്, CIA പോലുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ നീക്കങ്ങളെ തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ സെർച്ച് എന്നല്ല ഞാൻ
ഇതിനെ കാണുന്നത്. മറിച്ച് ഈ മൊസാദും CIA ഒക്കെ പ്ലാൻ ചെയ്യുന്ന പല വിവരങ്ങളും ഇറാന് ചോർന്ന് കിട്ടുന്നുണ്ടാകാം. അതിൽ ചിലപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ആയിരിക്കും അതിൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഇവരുടെ ഇത്തരം നീക്കങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ ഇറാന് കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഇറാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. നോക്കുക, മൊസാദ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണെന്നാണ് വെപ്പ്. CIA എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസിയാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്ന ഒരു ഏജൻസിയാണെന്നാണ് വെപ്പ്. പക്ഷേ ഇവരുടെ ആളുകളെ പോലും കണ്ടെത്തുന്ന വിധത്തിലേക്ക്, ഇവരുടെ ഇത്തരം നീക്കങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്ന വിധത്തിലേക്ക് ഇറാൻ യുദ്ധത്തിൽ ഒരു വശത്ത് വളരുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം സായുധമായി ഇറാൻ ആക്രമണം ശക്തമാക്കുന്നു, നയതന്ത്ര തന്ത്രങ്ങളുടെ ഭാഗത്തിൽ അമേരിക്കയെ ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇത്തരം നീക്കങ്ങളിലും ഇന്റലിജൻസ് നീക്കങ്ങളിലും ഇറാൻ കടത്തി വെട്ടുന്നു. ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്കുള്ള പ്രിസിഷൻഡ് അറ്റാക്ക്, പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക്, വളരെ കൃത്യതയോടെയുള്ള മിസൈൽ ആക്രമണങ്ങളുടെ കാര്യത്തിലായാലും ഇറാൻ മുൻപന്തിയിൽ നിൽക്കുന്നു. അങ്ങനെ സകല മേഖലകളിലും അമേരിക്കയെ വെല്ലുവിളിച്ച് അമേരിക്കയെ തകർക്കുന്ന വിധത്തിലുള്ള നിർണായകമായ നീക്കങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇറാൻ ഈ യുദ്ധത്തിലൊരു വലിയ മേൽക്കൈയിലേക്ക് കൂടുതൽ പോവുകയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. ഈ യദു ഇപ്പൊ പറഞ്ഞതുപോലെ ഈ നിർണായക നീക്കങ്ങളുമായിട്ട് എല്ലായിടത്തും ഒരു മേൽക്കൈ കൊണ്ട് ഈ ഇറാൻ പോകുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു യുദ്ധം ആദ്യം തൊട്ട് ഈ അവസാനം ഈ നിമിഷം വരെയുള്ള കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണെന്ന് പറയേണ്ടി വരില്ലേ? ഹോർമുസ്, ചെങ്കടല്, ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ, ഈ എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആക്രമണം കിട്ടുമ്പോഴും അവരുടെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇറാൻ ഒരു അടി കിട്ടി, ഒരു ആക്രമണം കിട്ടി എന്ന് കരുതിയിട്ട് ഇറാൻ തിരിച്ചടിക്കാതിരിക്കുന്നില്ല. ഇറാന്റെ പ്രതിരോധ ശേഷി അങ്ങേയറ്റം കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം അടിക്ക് തിരിച്ചടിയായിട്ട് ഇറാൻ ഈ ഒരു യുദ്ധത്തെ ഫെബ്രുവരി 28 തുടങ്ങി ഇന്നത്തെ ദിവസം വരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫുൾ കൺട്രോള് ഇറാന്റെ ഭാഗത്തല്ലേ? തീർച്ചയായിട്ടും തന്ത്രപരമായി ഇറാൻ ഈ യുദ്ധത്തിൽ വലിയ മേൽക്കൈ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഈ അമേരിക്ക എന്തൊക്കെ തന്ത്രങ്ങൾ മെനയുന്നു അതിനൊക്കെ മറുതന്ത്രങ്ങൾ മെനയുകയാണ് ഇറാൻ. ഇപ്പൊ ഹോർമൂസ് പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്ക നാറ്റോ സൈന്യത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ റഷ്യയും ചൈനയും കളത്തിലേക്ക് ഇറക്കി. റഷ്യയുടെ ഒരു വിമാനം ഇറാനിൽ വന്നു. അപ്പോൾ അതൊക്കെ അമേരിക്കയ്ക്ക് മനസ്സിലായി പണി പാളുമെന്ന്. അമേരിക്കയുടെ സൈനിക നീക്കം, ഹോർമുസിലെ നാറ്റോ സഖ്യത്തെ ഉൾപ്പെടുത്തിയുള്ള സൈനിക നീക്കം അങ്ങനെ പൊളിഞ്ഞു. അതുപോലെ തന്നെ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി സൗദിയെ കൊണ്ടുവന്നു. അവരെ കൊണ്ട് ഇറാഖിലേക്ക് ആക്രമണം നടത്തിച്ചു. ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിച്ചു. ഹൂത്തികൾ ചെങ്കടൽ പൂട്ടി സൗദിക്കെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങി. അതുപോലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ അല്ലാതെ ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാനെ ലോക്ക് ചെയ്യാം എന്നുള്ള ഒരു തന്ത്രം. അതായത് ജനവാസ മേഖല കൂടുതലായിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകും, അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുകയോ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സാധ്യതയാണ് ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിലൂടെ ഇറാന് നൽകാൻ വേണ്ടി. അങ്ങനെ ഒരു പണി കൊടുക്കാനാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്. അപ്പോൾ കുവൈറ്റിലെ കെട്ടിടങ്ങൾ തകരാൻ തുടങ്ങി, താപവൈദ്യുത നിലയങ്ങൾ തകരാൻ തുടങ്ങി, ജോർദാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയൊക്കെ ഇറാനെ തകർക്കാൻ ട്രംപ് ശ്രമിക്കുന്നു, അമേരിക്ക ശ്രമിക്കുന്നു, അതേ നാണയത്തിൽ ടിക് ടാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതേ രീതിയിൽ തന്നെ ശക്തമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുമ്പോൾ അതിന്റെ തൊട്ട് പുറകെ ഇറാനും തുടങ്ങും. ഒരു തരത്തിലും ട്രംപിന് രക്ഷ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. പക്ഷെ നമ്മളിവിടെ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം, അമേരിക്ക ഇങ്ങനെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അല്ലെങ്കിൽ ഏകപക്ഷീയമായ നിലപാടിലൂടെയും ഒക്കെ ഇറാനുമായിട്ട് യുദ്ധം തുടരുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. സംഭവം ട്രംപ് പറയുന്നതൊക്കെ മണ്ടത്തരമാണ്, ചെയ്തു കൂട്ടുന്നതിനൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ട്. അത് നമുക്ക് പലപ്പോഴും ട്രംപിനെ കാണുമ്പോൾ ചിരി വരും. സത്യമാണ്, നമുക്കൊന്നും ഇതുവരെ ഒരു അമേരിക്കൻ ഭരണാധികാരി ഇങ്ങനെ കോമാളിയായിട്ട് ജനങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വാക്കിന് വ്യവസ്ഥയില്ലാത്തൊരുത്തനായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ജനങ്ങളൊക്കെ ചിരിക്കൊക്കെ ചെയ്യും. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിന്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പൊ ഇന്ധന വിലയുടെ കാര്യത്തിലായാലും, ഗ്യാസിന്റെ ക്ഷാമമാണെങ്കിലും, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ നമുക്ക് ജീവിതം ദുസ്സഹമാകുന്ന നിലയിലേക്ക് ഈ ഹോർമുസ് അടച്ചപ്പോ തന്നെ പ്രതിസന്ധി അനുഭവപ്പെട്ടു. നമ്മൾ PJ വിൻസെന്റുമായിട്ട് നടത്തിയ ഒരു ടെലിയില് അദ്ദേഹം വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന ചെങ്കടൽ പൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ചെങ്കടലില് ഒരു ദിവസം പോകുന്നത് ദശലക്ഷക്കണക്കിന് കപ്പലുകളാണ് എന്നാണ് പറയുന്നത്. ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം പോകുന്നത്. അപ്പോൾ അത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ അടച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും.
കാരണം ഈ ഹോർമുസിനെ ആശ്രയിക്കാത്തവർ ഈ ചെങ്കടലിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കൺട്രോൾ ഫുള്ളും ഇറാന്റെ കയ്യിലാണ്. ഹൂത്തികൾ ചെങ്കടലിനെ നിയന്ത്രിക്കുന്നു, ഹോർമുസ് നിയന്ത്രിക്കുന്നത് ഇറാൻ. ഈ രണ്ട് വജ്രായുധങ്ങളുമായിട്ട് ഈ രാജ്യങ്ങളും നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ഒരു യുദ്ധത്തെ കൊണ്ടെത്തിക്കുന്നത് അമേരിക്കയാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ ഇടപെടൽ നിമിത്തം ലോകം മുഴുവൻ വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട വസ്തുത. കാരണം എന്താണ്, അമേരിക്ക അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ ഭൂമിയിലേക്ക് ഒരിക്കലും ആക്രമണങ്ങൾ വരുന്നില്ല, ഗൾഫ് രാജ്യങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് എണ്ണ വിറ്റ് കാശുണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ കൊണ്ട് അമേരിക്ക സേഫാണ്. അമേരിക്ക അതുകൊണ്ടാണ് ഇറങ്ങി കളിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിന് ഇറങ്ങാത്തത്, GCC രാജ്യങ്ങൾ. എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ യുദ്ധം രൂക്ഷമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറാൻ പരമാവധി കടലുകൾ അടയ്ക്കും, ആ കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും, അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും, എണ്ണ കേന്ദ്രങ്ങൾ തകരുന്ന കത്തുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പം അങ്ങനെയൊക്കെ ഇറാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ഇതിന് മുഴുവൻ, ഈ ദുരന്തത്തിന് മുഴുവൻ ഉത്തരവാദി ട്രംപാണ്, അമേരിക്കയാണ് എന്ന് തന്നെ നമ്മൾ മുദ്ര കുത്തേണ്ടി വരും. അമേരിക്കയുടെ മേൽ ശക്തമായ സമ്മർദ്ദങ്ങൾ കൊടുക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ശ്രമിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തം അധികം വൈകാതെ സാമ്പത്തികമായും വാണിജ്യപരമായും ഒക്കെ വലിയ ദുരന്തങ്ങൾ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.